ഹലോ എവരിവൺ. ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് ഒരു ചെറിയ പോയമാണ്. ഡോണ്ട് ടെൽ ദാറ്റ് ടു മീ. എന്നോടത് പറയരുത്. ഡോണ്ട് ടെൽ ദാറ്റ് ടു മീ എഴുതിയത് കൽക്കി സുബ്രഹ്മണ്യമാണ്. കൽക്കി സുബ്രഹ്മണ്യം ഒരു ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റാണ്, റൈറ്ററാണ്, ആക്ടറാണ്. പൊള്ളാച്ചിയിൽ തമിഴ്നാട്ടിലാണ് താമസിക്കുന്നത്. സഹോദരി ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. ദറ്റ് ഈസ് ഫോർ ദ എംപവർമെൻറ്റ് ഓഫ് ട്രാൻസ്ജെൻഡേഴ്സ്. നമുക്ക് പോയത്തിലേക്ക് കടക്കാം. ഇന്ന് ട്രാൻസ്ജെൻഡേഴ്സ് അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ എന്തൊക്കെയാണ് നമ്മൾ ദിനം പ്രതി കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ദേ ആർ സ്ട്രഗ്ലിംഗ് ഇൻ ദ സൊസൈറ്റി ആൻഡ് ട്രൈങ് ടു ഫൈൻഡ് ഔട്ട് എ സ്പേസ് ഇൻ ദ സൊസൈറ്റി. നമുക്ക് എന്താണ് ഇതിൻ്റെ മീനിങ് എന്നതിലേക്ക് കടക്കാം. Here in this poem we can see a trans woman. She is fed up with many questions. Repeatedly they are asking same questions. അതെന്തൊക്കെയാണെന്ന് നോക്കാം. സൊസൈറ്റി എപ്പോഴും പറയാണ് ഷീ ഈസ് നോട്ട് ലൈക്ക് ട്രാൻസ് വുമൻ. ഇവൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് കേട്ട് ഷീ ഫെഡ് അപ്പ് വിത്ത് ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈ സ്റ്റേറ്റ്മെൻറ്റ് കേട്ട് അവൾ മടുത്തു. ഞാൻ ഇത് കേട്ട് മടുത്തു. പിന്നെ അടുത്തത് പറയുന്നത് ഐ ആം ബ്രേവ്. സൊസൈറ്റി പറയുകയാണ് ഷീ ഈസ് ബ്രേവ്. അതും കേട്ട് അവൾ മടുത്തു. മൂന്നാമത്തെ അവളെ പറ്റി പറയുന്നതാണ് എവ്രിതിങ് ഈസ് പെർഫെക്റ്റ് എക്സെപ്റ്റ് ഹർ വോയിസ്. അതായത് എല്ലാം പെർഫെക്റ്റ് ആണ്, ഒരു പെൺകുട്ടിയെ പോലെ തന്നെയുണ്ട്, വോയിസ് ഒഴികെ. വോയിസിന് ഒരു മെയിൽ വോയിസാണ് വരുന്നത്, അതൊഴികെ ബാക്കിയെല്ലാം പെർഫെക്റ്റാണ്. ഒരു ട്രാൻസ് വുമണായിട്ട് തന്നെയാണോ നിങ്ങളുടെ ഫാമിലിയിൽ ജീവിക്കുന്നത്, അതോ ഫാമിലിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടോ അല്ലെങ്കിൽ ഫാമിലിയുടെ കൂടെയാണോ ജീവിക്കുന്നത് എന്ന ചോദ്യവും കേട്ട് മടുത്തു. ഐ ആം ടയേർഡ് ഓഫ് യുവർ ക്യൂരിയോസിറ്റി സിമ്പതി. സൊസൈറ്റിയുടെ ക്യൂരിയോസിറ്റിയും സിമ്പതിയും കണ്ട് ഞാൻ മടുത്തു. ഐ ആം ഓൾസോ ടയേർഡ് ഓഫ് സ്റ്റെയറിംഗ് വിസ്പേഴ്സ് ആസ്കിങ് മീ ടു ബ്ലസ് യു. ഞാൻ മടുത്തത് എന്താണ്? സ്റ്റെയറിങ്, നിങ്ങളുടെ വിസ്പേഴ്സ്. അതുപോലെ ട്രാൻസ്ജെൻഡേഴ്സ് ബ്ലസ് ചെയ്താൽ നല്ലതാണെന്ന് വിചാരിച്ച് ബ്ലസ് ചോദിക്കുന്നത്. ഇതെല്ലാം ഞാൻ കണ്ടു മടുത്തു. ദെൻ ഐ ആം ആസ്കിങ് ടു യു ആൻഡ് മില്യൺസ് ഓഫ് പീപ്പിൾ. ഞാൻ നിങ്ങളോടും മില്യൺ കണക്കിന് ആളുകളോടും ചോദിക്കുകയാണ്. ഐ വുഡ് ലൈക്ക് ടു ഷൗട്ട്. എനിക്ക് ഷൗട്ട് ചെയ്യണമെന്നൊക്കെ താല്പര്യമുണ്ട്. പക്ഷേ ഐ ആം മെയ്ഡ് ഓഫ് ഫ്ലെഷ് ആൻഡ് ബ്ലഡ്. എന്നെ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് ഫ്ലെഷ് കൊണ്ടും ബ്ലഡ് കൊണ്ടുമാണ്, നിങ്ങളെപ്പോലെ തന്നെ. അതുപോലെ ഫിയർ ആൻഡ് ഹോപ്പ് ഓഫ് ജോയ് ആൻഡ് പെയിൻ. ഇതെല്ലാം എനിക്കുമുണ്ട്. ഫിയറും ഹോപ്പും ജോയ് ആൻഡ് പെയിനും എനിക്കുമുണ്ട്. നിങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ ഒരേ ചോദ്യങ്ങൾ തന്നെ ദിനംപ്രതി എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, ഐ ആം ലൈക്ക് യു, ഐ ആം എ ഹ്യൂമൻ ടു. ഞാനും നിങ്ങളെപ്പോലെ തന്നെയുള്ള ഒരു മനുഷ്യനാണ്. ഞാൻ നിങ്ങളെപ്പോലെ വിചാരങ്ങളും ചിന്തകളും വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെയുള്ള ഒരു മനുഷ്യൻ തന്നെയാണ്. അതുകൊണ്ട് എന്നെയും ഒരു മനുഷ്യനായി കരുതുക. അപ്പോൾ എത്തരത്തിലുള്ള കാര്യങ്ങളാണ് കേട്ട് മടുത്തത്. ഒന്ന്, ട്രാൻസ് വുമൺ ആണെങ്കിലും വുമണിനെ പോലെ തന്നെ ഇരിക്കുന്നു, അത് കേട്ട് മടുത്തു. അതുപോലെ ഞാൻ ബ്രില്യൻ്റാണ്, ബ്രേവാണെന്ന് കേട്ട് മടുത്തു. എനിക്കുള്ളതെല്ലാം പെർഫെക്റ്റാണ്, ഞാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്, എൻ്റെ വോയിസ് ഒഴികെ. അടുത്തത്, ഞാൻ ഫാമിലിയോട് ഒപ്പമാണോ താമസിക്കുന്നത് അതോ പുറത്താക്കപ്പെട്ടതാണോ? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വീണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നതാണ് കേട്ട് മടുത്തത്. അതുപോലെ അവരുടെ ക്യൂരിയോസിറ്റിയും സിമ്പതിയൊക്കെ ഞാൻ കണ്ടു മടുത്തു. ഞാനും നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യനാണ്, ഫ്ലെഷും ബ്ലഡും ഒക്കെയുള്ള മനുഷ്യനാണ്. എനിക്കും ഫിയറും ഹോപ്പുമുണ്ട്, ജോയും പെയിനുമുണ്ട്. മില്യൺസ് ഓഫ് പീപ്പിളിനോട് എനിക്ക് പറയാനുള്ളത്, അതായത് എല്ലാ ട്രാൻസ്ജെൻഡേഴ്സും ഇങ്ങനെയുള്ള വികാരങ്ങളും വിചാരങ്ങളും ഉള്ളവരാണ്. ഈ ചോദ്യം തന്നെയാണ് എന്നെപ്പോലുള്ള എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ കവിതയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. താങ്ക് യു.